വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹനോയിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. നോർത്ത് വിയറ്റ്നാമിലാണ് ഹനോയ് ഉള്ളത്. വിയറ്റ്നാം ട്രിപ്പിൽ ഞങ്ങൾ ആദ്യം വന്നത് ഹനോയിലേക്കാണ്. കംപ്ലീറ്റ് വിയറ്റ്നാം ട്രിപ്പിൻ്റെ ഒരു ട്രാവൽ ഗൈഡ് വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. അത് ഇറങ്ങിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഹാനോയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ഹാലോങ് ബേ, നിൻബിൻ ഒക്കെ. അതൊക്കെ അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഹനോയിലെ നോയ് ബൈ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത്. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. വിയറ്റ്നാം ട്രിപ്പിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പൈസ വരുന്നത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിനാണ്. അത് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ കാര്യങ്ങൾക്കൊന്നും അധികം പൈസ വേണ്ട. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ സിം എടുത്തു. വിയറ്റലിൻ്റെ സിമ്മാണ് എടുത്തത്. പിന്നെ അവിടെ നിന്ന് തന്നെ ക്യാബും എടുത്തു. നിങ്ങൾക്ക് ഗ്രാബ് ആപ്പ് വഴിയും ക്യാബ് ബുക്ക് ചെയ്യാം. ഹനോയിൽ ഞങ്ങൾ റൂം എടുത്തത് ഓൾഡ് ക്വാർട്ടറിലാണ്. ഓൾഡ് ക്വാർട്ടർ ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഷോപ്പിംഗ് ഏരിയാസ് എല്ലാം ഉള്ളത് ഈ ഓൾഡ് ക്വാർട്ടറിലാണ്. ട്രെയിൻ സ്ട്രീറ്റിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നടന്നു പോവാം. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എൻസിറ ടംടം. ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത റൂമാണ് എടുത്തത്. കാരണം എല്ലാ ദിവസവും രാവിലെ നേരത്തെ നേരിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത റൂം എടുത്തത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഡോളറായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ കുറേ ഗോൾഡ് ഷോപ്സ് ഈ ഓൾഡ് ക്വാർട്ടറിൽ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. നിങ്ങൾ ഡോളർ കൊണ്ടുപോകുമ്പം നല്ല ഡിനോമിനേഷനുള്ള വാല്യൂസ് എടുക്കാൻ നോക്കുക. അതായത് ഒരു മിനിമം $100 നോട്ടൊക്കെ കൊണ്ടുപോകുക. അതിൽ താഴെയുള്ളത് പലയിടത്തും എടുക്കില്ല. ഹോട്ടൽ ചെക്ക് ഇൻ 2 മണിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബാഗൊക്കെ അവിടെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് അടുത്തുള്ള വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് കുറച്ച് കറങ്ങിയിട്ട് 2 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വരാമെന്ന് ഓർത്തു. ഇവിടെ ഈ വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലെ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫുഡും അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. നിങ്ങൾക്ക് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങളവിടുന്ന് ഗ്രാബ് ടാക്സി എടുത്തിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഇവിടുത്തെ യൂബറിൻ്റെ ഒക്കെ ഒരു ചാർജ് തന്നെ ഉള്ളൂ ഇവിടെ ഗ്രാബ് ടാക്സിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് അങ്ങനെയും പോവാം. ഞങ്ങൾ പിന്നെ അന്ന് ഗ്രാബ് എടുത്തിട്ട് പോയി. ഞങ്ങൾ ആദ്യം തന്നെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിലാണ് വന്നത്. 70,000 VND ആണ് ഇവിടുത്തെ എൻട്രി ഫീ. അതൊരു നമ്മളുടെ ഒരു 250 രൂപയോളം വരും. ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. വിയറ്റ്നാമിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഇതാണ്. പണ്ട് രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ ഹാനോയ് സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഇത്. ഇപ്പോഴും ഇവിടെ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ഫിലോസഫറായ കൺഫ്യൂഷ്യസിൻ്റെ സ്റ്റാച്യു ആണ് ഇതിനുള്ളിലുള്ളത്. ഇതിനുള്ളിൽ കുറേ കുളങ്ങളൊക്കെ ഉണ്ട്. ഈ കുളത്തിൽ കുറേ ഈ കോയി ഫിഷുകളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം 1 മണിക്കൂറോളം നടന്ന് കാണാനുള്ള അത്രയും ഉണ്ട് ഇത്. പിന്നെ ഇവരുടെ ഈ 1 lakh നോട്ടിലുള്ള ഈ ഒരു പിക്ചർ ഈ സ്ഥലത്താണ്. ഈ ഹാനോയിൽ വെതർ നല്ലതാണ്. കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ വെയിലും തീരെ ഇല്ല. ഹാനോയ് നോർത്തിലേക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് തണുപ്പ്. ബാക്കി സ്ഥലങ്ങളിലൊന്നും ഈ സമയത്ത് അത്ര തണുപ്പില്ല. ആക്ച്വലി ഇപ്പോൾ സമയം 12:30 ആയി. എന്നിട്ടും ഒട്ടും വെയിലില്ല. ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഓപ്പോസിറ്റിന് ഒരു വാൻ ലേക്ക് ഉണ്ട്. നിങ്ങൾക്കിവിടെ വരുമ്പം ജസ്റ്റ് അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ അത്യാവശ്യം കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഹോച്ചിമിൻ മൊസോളിയത്തിലേക്ക് പോയി. ഇവിടെ രാവിലെ 7 തൊട്ടിട്ട് 11 വരെയുള്ളൂ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റായ ഹോച്ചിമിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണിത്. ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 1 പില്ലർ പഗോഡയിലെത്തും. അതും ഇവിടെ ആളുകൾ വിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസാണ്. ഇവിടെ ഫുൾ കുറേ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ആണ് ഉള്ളത്. കുറേയൊക്കെ ഉള്ളിലിങ്ങനെ ഒരേപോലെയൊക്കെ കാണാൻ കുറേ ഓഫറിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുന്ന എന്ത് സാധനം ഓഫറിങ്സ് ആയിട്ട് വെക്കാമെന്നാണ്. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാൻ. ഇതാണ് റൂം. റൂമൊന്നും കുഴപ്പമില്ല, അധികം വലുപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം നീറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പം ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്. നമുക്കിവിടെ റൂമിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റും. അവിടേക്ക് വന്നു. ഇതാണ് ഹോൺ കീം ലേക്ക്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോയി. ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. 2 സൈഡിലും കഫേസ് ആയിട്ട് നടുക്കൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ട്രെയിനിൻ്റെ ടൈമിങ് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. പക്ഷേ എക്സാക്റ്റ് ആ ടൈമിൽ വരണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് മുന്നേ പോയി അവിടെ നിൽക്കണം. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഹാനോയിലെ. ഇത് ആക്ച്വലി ഈ വർഷം നിർത്താൻ പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടിയൊക്കെ ഉള്ളൂന്ന്. അപ്പോൾ എല്ലാവരും വേഗം വരിക, അല്ലെങ്കിൽ ചിലപ്പം നിർത്തിയാലോ. ട്രെയിൻ ഇപ്പോൾ വരുന്നതാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ആള് വന്ന് നമ്മൾ പിടിക്കും. അവരുടെ ഷോപ്പ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരിവിടെ ഇരിക്കാൻ സമ്മതിക്കുള്ളൂ. അത് 2 പേരാണെങ്കിൽ 2 ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്.
ഞങ്ങളിവിടെ വന്നിട്ട് ഫസ്റ്റ് ട്രെയിൻ 5:05 വന്നത്. പിന്നെ 5:50 വേറൊരു ട്രെയിനും വന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ ട്രെയിൻ കിട്ടും എന്തായാലും. ഇവിടെ ഷോപ്പിൽ നമുക്കില്ലേ കുറെ ബിയറിന്റെ ഒക്കെ ഈ ക്യാപ്പ് കിട്ടും, ഈ ഹെനോയ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ. അപ്പൊ അത് നമുക്ക് ട്രാക്കിൽ വെച്ചിട്ട് നമുക്ക് തന്നെ സോവനിയർ ഉണ്ടാക്കാം. ഹെനോയിലൊരു മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഓൾഡ് ക്വാർട്ടർ. ഇവിടെ മെയിനായിട്ട് ക്രോക്സ്, പിന്നെ കുറേ സ്പോർട്സ് വെയർ, സ്പോർട്സ് ഷൂസ്, ഇതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്, അല്ലാതെ ഒറിജിനൽ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറവിൽ കിട്ടും. ബാർഗൈൻ ചെയ്താൽ ഇനിയും കുറയ്ക്കും. വീക്കെൻഡ് മാത്രം ഉള്ളൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് ഈ ഓൾഡ് ക്വാർട്ടറിൽ. അപ്പോൾ നിങ്ങൾ വരുമ്പം സാറ്റർഡേ സൺഡേ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് നോക്കുക. ഇത് ചെറിയ ചെറിയ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ടാവും, കുറച്ച് നീളത്തിലുണ്ടാവും. കുറേ ചെറിയ ചെറിയ ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, അതിൻ്റെയൊക്കെ സ്റ്റോൾസാണ്. അപ്പം നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഒരു ബിയർ സ്ട്രീറ്റ് ഉണ്ട് ഈ ഓൾഡ് ക്വാർട്ടറിൽ തന്നെ. 2 സൈഡിലും ബാർസൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ബിയർ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് വാങ്ങിക്കുടിക്കാം. ഞങ്ങളിന്ന് ഹാലങ് ബേയിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് പിക്കപ്പ് വരില്ല, ജസ്റ്റ് ഒരു 3 മിനിറ്റ് നടക്കാനുണ്ട്. അവിടെയാണ് എൻ്റെ വണ്ടി വരിക. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ആക്ച്വലി ഞങ്ങൾ ക്ലൂക്കുന്നാണ് എല്ലാം ബുക്ക് ചെയ്തത്. അതിൽ ഈ പിക്കപ്പൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതെല്ലാം ചേർക്കുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ ബ്ലൂ ജാക്കറ്റിലുള്ള ആളാണ് ഞങ്ങളുടെ ഇന്നത്തെ ടൂർ ഗൈഡ്. പിന്നെ ഹാലോങ് ബേയിലേക്ക് ക്രൂസാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യണം, അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ റെഡാണ് നമ്മളുടെ ബസ്. ഒരു 10 മിനിറ്റ് ബ്രേക്ക് തന്നു. ബസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹാലോങ് ബേയിലേക്ക് ഒരു 2.5 മണിക്കൂർ ദൂരമുണ്ട്. പായിൽ തന്നെ ഒരു പേൾ മ്യൂസിയത്തിലാണ് അവർ ഇറക്കിയത്. ഇവിടെ ഇവർ പേൾ എങ്ങനെ ഉണ്ടാക്കുന്നതും പേൾ ഓയിസ്റ്ററിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത്. ആക്ച്വലി ഇവർ മുത്ത് ഇതിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഗ്ലേസിംഗ് ഉള്ള കോട്ടിംഗ് ഇല്ലേ, അതാണ് ഈ ഓയിസ്റ്റർ നാച്ചുറലി ഉണ്ടാക്കുന്നത്. അതൊക്കെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ തന്നെ പേളിൻ്റെ ജ്വല്ലറി ഉണ്ട്, ഇവർ തന്നെ ഉണ്ടാക്കുന്നത്. ഭയങ്കര റേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ക്രൂസിൻ്റെ പോർട്ടെത്തി. മെറീന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ നിന്നാണ് ക്രൂസ് കയറേണ്ടത്. ഇതാണ് ഞങ്ങളുടെ ക്രൂസ്. ഇതാണ് നമ്മളിന്ന് ഹാലോങ് ബേ ഫുൾ ചുറ്റി കാണിക്കുക. ഇവിടെ ആക്ച്വലി സ്റ്റേ ചെയ്യുന്ന ക്രൂസും ഉണ്ട്. അതാകുമ്പം ഒരു ഡേ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ക്രൂസിൽ കയറി. ഇവിടെ ആക്ച്വലി വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ടീ ആണ് നമ്മൾ. പിന്നെ ഇവിടെ വേറെ ബുക്ക് ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ മാത്രം കിട്ടില്ല, അത് മാത്രം നമ്മൾ പൈസ കൊടുത്ത് കാണും. ഇതൊരു 100 രൂപേൻ്റെ അടുത്തൊക്കെ വരും. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കഴിക്കില്ല. നമുക്ക് ഈ ക്രൂസിൻ്റെ മുകളിൽ കയറി നിൽക്കാം. അതാകുമ്പോൾ നമുക്ക് നല്ല രസത്തിൽ ഈ ബേ മുഴുവൻ കാണാം. ഈ ഒരു 1 ഡേ ടൂറിന് ഒരു 5000-ന് അടുത്താണ് നമുക്ക് ആയത് ഒരാൾക്ക്. അതിൽ ബുഫേ ലഞ്ചും എല്ലാം ഇൻക്ലൂഡ് ആണ്. തണുപ്പുണ്ട്. ആക്ച്വലി ഇപ്പൊ കുറച്ച് വെയിലുണ്ട്, പക്ഷെ തണുത്ത കാറ്റുകളുണ്ട്. ആക്ച്വലി ഇവിടെ ബാംബു ബോട്ടും പിന്നെ കയാക്കിങ്ങും ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ആണ് ടിക്കറ്റിൽ. അതായത് സ്പീഡ് ബോട്ട് ഉണ്ട്, അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഒരാൾക്ക് $10 ഉണ്ട്. അപ്പം ഞങ്ങൾ സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ സ്പീഡ് ബോട്ടിന് വെയിറ്റ് ചെയ്യാണ്. സ്പീഡ് ബോട്ട് ഒരു 25 മിനിറ്റ്സ് ഉള്ളൂ, പക്ഷെ അതെങ്കിൽ കുറച്ചുകൂടെ രസം. ഞങ്ങൾ സ്പീഡിൽ ഈ ഒരു ബേ ഫുള്ള് ഇങ്ങനെ കറക്കി കൊണ്ടുവരും. Mountain shaped like a horse drinking the water.
ഈ സ്പീഡ് ബോട്ട് അടിപൊളിയാണ്. $10 കൊടുത്താലും വേർത്താണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ ഞാൻ ചെയ്ത സ്പീഡ് ബോട്ട് പോലെ ഒന്നായിരുന്നില്ല, കുറച്ച് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ സ്പീഡ് ബോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ടൈമില്ല, അതുകൊണ്ട് കയാക്കിംഗ് ജസ്റ്റ് 2 minutes പോയി വരാനാണ് അവർ പറഞ്ഞത്. പിന്നെ അടുത്ത സ്ഥലത്ത് ക്രൂസ് നിർത്തി. നമ്മൾ ടീ ടോപ്പ് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഹൈക്കിംഗ് ചെയ്യണേ ഹൈക്കിംഗ് ചെയ്യാം. പിന്നെ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഇവിടെ ഈ ബേലിറങ്ങി സ്വിം ചെയ്യാം. ഞങ്ങൾ സ്വിമ്മിംഗ് ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഹൈക്കിംഗ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഒരു 15 minutes മേലേക്കും 15 minutes താഴേക്കുമാണെന്നാണ് പറഞ്ഞത്. 425 സ്റ്റെപ്സോ അങ്ങനെ എന്താ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഇവിടെ നമുക്ക് സ്വിമ്മൊക്കെ ചെയ്യാം, അങ്ങനത്തെ ഏരിയ ആണ്. ഈ സ്റ്റെപ്സാണ് കയറേണ്ടത്. കയറി നോക്കാം. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയിട്ടും നല്ല കുഴങ്ങുന്നുണ്ടല്ലോ അല്ലേ സ്റ്റെപ്സായിട്ട്. നമ്മൾ പകുതിയായി. അപ്പോൾ നമുക്കിങ്ങനെ വ്യൂ കാണാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ട്. നല്ല വ്യൂ ആണ്. ടോപ്പിലേക്കാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇതാണ് വ്യൂ. ആക്ച്വലി നിങ്ങളും കൂടെ വരികയാണെങ്കിൽ ഈ വെള്ളത്തിലിറങ്ങാനുള്ള ഒരു ഡ്രസ്സും കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളിക്കായിരുന്നു. കാരണം നമുക്ക് ഈ ക്രൂസിൽ വാഷ്റൂം ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ അതൊക്കെ എടുത്തോ. ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടുത്തെ ഇളനീ മധുരം കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാങ്ങി നോക്കിയത്. ഇവിടുത്തെ 50,000 ആണ്, അതായത് ഒരു 125 രൂപയൊക്കെ വരും. പക്ഷേ നാട്ടിലത്തേക്കാളും മധുരം ഉണ്ട് ഇതിന്, പക്ഷേ പ്രൈസ് കൂടുതലാണ്. ഈ ഇളനീ ആക്ച്വലി അവർ കട്ട് ചെയ്ത് തരില്ല. എന്തുകൊണ്ട് കട്ട് ചെയ്തിരുന്നില്ല, ലാസ്റ്റ് നമ്മൾ ചീത്ത പറഞ്ഞപ്പം കട്ട് ചെയ്ത് തന്നു. പക്ഷേ അതിന് നല്ല മധുരമുണ്ട്. ക്രൂസിൻ്റെ ഡെക്കിൽ ഇങ്ങനെയാണുള്ളത്. കുറേ ചെയർസും സോഫ ഇരിക്കാനൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ടും വ്യൂ ഒക്കെ ആസ്വദിച്ച് പോവാം. പിന്നെ താഴെയാണ് ഡൈനിങ് ഉള്ളത് 2 ഫ്ലോർസിലായിട്ട്. ഇവർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ ഇറക്കുക ചെയ്യുക. ആ സ്റ്റോപ്പിലാണ് എന്തെങ്കിലും കാണാനുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്, കേവ്സ് കാണാനാണ്. അങ്ങനെ നമ്മൾ സൺസോട്ട് കേവിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ കുറച്ച് മേലെ കയറി ഒരു കേവിൻ്റെ ഉള്ളിലൊക്കെ കയറാനാണ്. ഇതും കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലെത്താൻ. എത്ര കയറാണെന്ന് എനിക്ക് അറിയില്ല, നേരത്തെ കഴിഞ്ഞിട്ട് പറയാം. ആക്ച്വലി അധികമൊന്നും കയറാനില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് കുറച്ച് നടക്കാനുള്ളത്. കാരണം ഈ കേവ്സ് അത്യാവശ്യം വലിയതാണ്. The cave's name? Tall Howard Fall. Waves? How? The wave of the sea water. Yeah. A long time ago, the scientists, like geologists, explained that long time ago this cave stay under the sea of water. Right? And sea water hit the ceiling. ഇയാൾ പറയുന്നത് ഈ കേവൊക്കെ പണ്ട് കടലിൻ്റെ അടിയിലായിരുന്നതാണ്. കടലിലെ തിരമാലകളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടാണ് ഇതിൻ്റെ സീലിംഗ് ഒക്കെ ഇങ്ങനെ ഫോം ആയെന്നാണ് പറയുന്നത്. വൈകുന്നേരത്തെ ടീക്ക് നമുക്ക് ഇതൊക്കെയാണ് തന്നത്. ലഞ്ചിന് ഞാൻ ആദ്യം കാണിച്ച ബുഫേയിലെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു ബുഫേ. ഇതോടെ ഹാലോങ് ബേയിൽ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് മെറീനയിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ അവർ ഹാനോയിലേക്ക് കൊണ്ടാക്കും. ഞങ്ങൾ തിരിച്ച് ഹാനോയിലെത്തിയപ്പോഴത്തേക്കും രാത്രി 9 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾഡ് ക്വാർട്ടർ കൂടെ ഒന്നും കൂടെ നടക്കാൻ ഇറങ്ങി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ്, ബൺമി എന്ന് പറയും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ് തോന്നുന്നു. ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു. നമ്മൾ ഈ ക്രീം ബണ്ണൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ സംഭവം തോന്നുന്നുണ്ട്, ബൺ മസ്റ്റിക്ക് പോലെ. ഞാൻ ചോക്ലേറ്റ് കോഫിയാണ് വാങ്ങിച്ചത്.
ഞാൻ അവിടെ ക്യൂ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് വെച്ചപ്പം ആ കുട്ടി പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. കുഴപ്പമൊന്നുമില്ല, ഒരു ചോക്ലേറ്റ് കോഫി സാധനം ഉള്ളിൽ ഇരുന്നിട്ടുള്ളൊരു ബണ്ണ് ടേസ്റ്റ് തന്നെ. അവർ കുറച്ച് ഹീറ്റ് ചെയ്ത് തരുന്നത് ടേസ്റ്റൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ലിൻബിൻ ടൂറിനാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ 100 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ പോകാനുണ്ട്. അപ്പം ഞങ്ങൾ ബസ് കുറച്ച് അപ്പുറത്ത് വരും ഇന്നലത്തെ പോലെ, അതിന് അങ്ങോട്ടേക്ക് നടക്കണം. ഇപ്പോൾ രാവിലെ ഒരു 7:15 ആയിട്ടുള്ളൂ. ആ സമയത്താണ് പിക്കപ്പ് പറഞ്ഞത്. 7:15 ആവുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൺ ദ വേ അവർ സ്റ്റോപ്പ് ചെയ്യാൻ മതിയാവും, അപ്പം കഴിക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ ബസ്. ഈ ടൂർ ഞങ്ങൾ ക്ലൂക്കാപ്പ് വഴി ബുക്ക് ചെയ്തതാണ്. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവർ നമുക്ക് ബ്രേക്കിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. 40 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് ബസ്സിൽ വരാം. ബാംബു ആൻഡ് സിൽക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കത് ബാംബുവിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉള്ള സ്ഥലത്ത് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാണാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചു വരാനുള്ള ബ്രേക്കാണ്. ഇവിടെ ബാംബൂനുണ്ടാക്കിയ കുറേ ഐറ്റംസിൻ്റെ ഡ്രസ്സും ഒക്കെ നിങ്ങൾക്കത് വാങ്ങിക്കാൻ വേണമെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല സാധനമാണെന്ന് അവർ പറയുന്നത്. അതിന് വേണ്ടിയാണ് മെയിൻലി ഇവിടെ നിർത്തിയത്. പിന്നെ നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോവാം. From here to temple about 15-20 minutes. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ ആക്ച്വലി നമുക്ക് സൈക്കിൾ എടുത്തിട്ട് നമ്മളൊരു ടെമ്പിളിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ എടുത്തിട്ട് ടെമ്പിളിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ ഈ ബസ് നമ്മൾ അവിടെ മുന്നിൽ ഇറക്കും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് സൈക്കിൾ എത്തിയാലും മതി. സൈക്കിൾ വേണ്ടവരോട് ഇവിടെ വന്ന് എടുക്കാൻ പറഞ്ഞു. അത് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ അകത്ത് ടിക്കറ്റിൽ. ഈ സൈക്കിളാണ് പോകുന്നത്. ടിക്കറ്റ് കിട്ടി. 20,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ഇവിടുത്തെ പ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മുട്ട് കവറിയാത്ത ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ തുണി എടുത്തിട്ട് മറച്ചിട്ട് വേണം കയറാൻ. ഈ സ്ഥലത്തിൻ്റെ പേര് ഹോവലു എന്നാണ്. ഇത് ഏൻഷ്യൻ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം കയറാൻ. എല്ലാവരും ഒരു ലൈനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. ഇതിനുള്ളിലെ സ്റ്റാച്യു ഇവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെയാണ്. ഇവിടെ 2 അമ്പലമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഈ സൈക്കിൾ എടുത്തൊരു ഹോട്ടലിൻ്റെ മുന്നിലായിരുന്നു, അവിടേക്ക് പോവാണ്. നമുക്ക് ലഞ്ച് അത് ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. ബുഫേ ലഞ്ചാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ആക്ച്വലി ഇവിടുത്തെ ഈ ലഞ്ച് മാത്രം കഴിച്ചാൽ മതി ഈ പൈസ മുതലാവാൻ. കാരണം ഇത്രയും ഫുഡ് ഈ വിയറ്റ്നാമിൽ എവിടെ നിന്നൊക്കെ വന്ന് കഴിക്കണമെങ്കിൽ ഒരാൾക്കൊരു 3000 രൂപയ്ക്ക് എന്തായാലും ആവും. ഫുഡൊക്കെ കഴിച്ച് മാക്സിമം മുതലാക്കുക. ഈ ടൂറിൽ ലഞ്ച് മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ, പിന്നെ വേറെ ഫുഡൊന്നും ഇല്ല. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ വെള്ളം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കുടിക്കുന്ന വെള്ളം. അതുകൊണ്ട് അത് നമ്മളിവിടെ പൈസ എടുത്ത് വാങ്ങണം. ബസ് കയറുമ്പോൾ ഒരു ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഹോട്ടലിൽ ഇന്നലാണെങ്കിൽ ഇന്നാണെങ്കിലും വെള്ളം ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇതൊരു ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബോട്ടിങ്ങിന് പോകാൻ എന്താ ഒരു വണ്ടിയുണ്ട് ഇവിടെ നമ്മളെ കൊണ്ടുപോകാൻ. നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടംകോക്ക് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്നാണ്. ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ലൊക്കേഷൻസിലൊക്കെയാണ് ബോട്ട് കൊണ്ടുപോവുക. ഒരു 1.5 മണിക്കൂർ ബോട്ടിംഗ് ഉണ്ട്. ഇത് 50,000 വിയറ്റ്നാമീസ് ഡോങ് ഉണ്ട് ഇവിടുത്തെ ഈ ടിക്കറ്റിന്. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു ബോട്ടിൽ 2 പേർക്കാണ് പറ്റുക. 3 പേരാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഫുള്ള് ഇരുട്ടാണ്. സൈഡിൽ ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഇരുട്ടിലാണ് കാണുന്നത്. ഇതിൽ ലൈറ്റ് ഓണാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫുള്ളൊരു ഗുഹയിലുള്ള കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ഒരാൾ 50,000 വെച്ച് ടിപ്പ് കൊടുക്കണമെന്ന് നിർബന്ധം. അത് ഓൾറെഡി ഗൈഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരും ചോദിച്ചു വാങ്ങുന്നുണ്ട്.
നമ്മളിപ്പോൾ മുവാ കേവ് എത്തിയിട്ടുണ്ട്. ഈ മുവാ കേവിൽ ആക്ച്വലി മുകളിലൊരു മല കയറാനൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ പ്രത്യേകിച്ച് നല്ല വെയിലായിട്ടുണ്ട്. അപ്പം എല്ലാവരും വരുമ്പം ക്യാപ്പും സൺസ്ക്രീൻ ജാക്കറ്റോ എന്തെന്നൊക്കെ വെച്ച് എടുത്തിട്ട് വരിക. പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എന്തായാലും എടുക്കുക, അല്ലെങ്കിൽ താഴേന്ന് വാങ്ങിച്ചു പോയാൽ മതി വെള്ളം. കാരണം മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. കുറേ സ്റ്റെപ്സ് കയറാനുണ്ട്. ഇവിടെ കുറേ താമരയൊക്കെ ഉള്ള കുറേ പോൺസ് ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് തന്നെ താമരയിലാണ്. അത് നമുക്ക് ഏറ്റവും മുകളിനെ കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ മുകളിലെത്തിരി കാണിച്ചു തരാം. പക്ഷെ പൂക്കളൊന്നും ഇപ്പോൾ ഇല്ലാത്ത ടൈമാണ് തോന്നുന്നുണ്ട്, സീസൺ അല്ല തോന്നുന്നുണ്ട്. ഈ കാണുന്ന മലകളാണ് നമുക്ക് കയറാനുള്ളത്. ആക്ച്വലി 2 മല കയറാനുണ്ട്. ഒന്ന് ഡ്രാഗണിലൊരു മലയും ഒന്ന് വേറൊരു മലയും. ഈ സ്റ്റെപ്സ് കയറിയിട്ട് വേണം മൗണ്ടൻ ടോപ്പ് എത്താൻ വേണ്ടിയിട്ട്. സ്റ്റെപ്സ് കുറച്ച് വിട്ട് അതുകൊണ്ട് കുറച്ച് പാടുണ്ട് കയറാൻ. അത് കയറുമ്പോൾ തന്നെ നമുക്കൊരു തോന്നുന്നൊരു ഫീലാണ്. പക്ഷേ 10 മിനിറ്റോടെ ടോപ്പ് എത്തിയെന്നൊക്കെയാണ് ഇറങ്ങുന്നവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു സ്ഥലത്തുമ്പോൾ വഴി 2ആയിട്ട് വരും. ഒരെണ്ണം ഒരു മലയിലേക്കും മറ്റത് വേറൊരു മലയിലേക്കും. എന്തായാലും ഫസ്റ്റ് ഇത് കയറി നോക്കാൻ വിചാരിക്കുക. കയറുന്ന അല്ല, ഡ്രാഗണിൻ്റെ മല ഓപ്പോസിറ്റിലാണ്. ഇത് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ താമരക്കുളം, അതിൻ്റെ ആക്ച്വലി മുകളിലുള്ള ഷേപ്പും താമരൻ്റെയാണ്. ഞങ്ങൾ അടുത്ത മല കയറാൻ പോവാണ്. അതാണ് ഡ്രാഗൺ മല. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പം തിരിച്ച് ഹാനോയിലെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഓൾഡ് ക്വാർട്ടറിൽ നടക്കാൻ ഇറങ്ങി. ഈ ഒരു ഷോപ്പിലാണ് പിന്നെങ്കിലും കുറച്ച് റേറ്റ് കുറവുള്ള രീതിയിൽ ഷൂസൊക്കെ കിട്ടിയത്. നിങ്ങൾ വേണമെങ്കിൽ ഇതിലെ ഷോപ്പിലെ ആളെ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ നമ്മളെ ഹാനോയിലെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ഡെനാങ്ങിലേക്ക് പോകും. അപ്പോൾ ഡെനാങ്ങിൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.